നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീമിനെതിരെ ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും ആരോപിച്ച് പരാതി. കൊച്ചിക്കാരിയായ യുവതിയാണ് പാലാരിവട്ടം പോലീസിന് പരാതി നൽകിയത്. പലതവണ ലൈംഗിക ചൂഷണം നടത്തിയെന്നും നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടിയതെന്നും പരാതിയിലുണ്ട്. എന്നാൽ താനാണ് സാമ്പത്തിക തട്ടിപ്പിന് ഇരയായതെന്നും തന്റെ പരാതിയിൽ യുവതിക്കെതിരെ അന്വേഷണം നടക്കുകയാണെന്നും ഷിയാസ് കരീം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. ഷിയാസ് കരീമിനെതിരെ ഇന്ന് രാവിലെയാണ് കഴിഞ്ഞ 7 വർഷമായി കൊച്ചിയിൽ താമസിക്കുന്ന ബിസിനസ്സുകാരിയായ യുവതി പരാതിയുമായി പാലാരിവട്ടം പോലീസിനെ സമീപിച്ചത്. പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ: 2023 ജൂണിലാണ് ഷിയാസ് കരീമിനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നത്. പരിചയം സൗഹൃദമായി. 2024 ഷിയാസിനൊപ്പം ലിവിംഗ് റിലേഷനിലായി. ആദ്യഘട്ടത്തിൽ പലപ്പോഴായി 10 ലക്ഷം രൂപ ഷിയാസ് തന്റെ പക്കൽ നിന്ന് വാങ്ങിച്ചു. തന്റെ കുടുംബ സ്വത്ത് വിറ്റ കാര്യം അറിഞ്ഞതോടെ ജിം തുടങ്ങാനെന്ന പേരിൽ 22 ലക്ഷം രൂപ പിന്നെയും വാങ്ങി. ജിം തുടങ്ങിയാൽ അതിന്റെ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം നൽകി. തന്നെ ആജീവനാന്തകാലം ഒപ്പം നിർത്താമെന്ന് ഉറപ്പും പറഞ്ഞു. അതിനിടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് തന്റെ ഗർഭപാത്രം നീക്കിയപ്പോൾ ഷിയാസ് തനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അതിനിടയിലും ലൈംഗിക ചൂഷണം തുടർന്നു. വിവാഹത്തിനായി വസ്ത്രങ്ങൾ എടുക്കാനും വിവാഹ സൽക്കാരം നടത്താനുമെല്ലാം തന്റെ കയ്യിൽ നിന്ന് ഷിയാസ് പണം വാങ്ങി. വിവാഹശേഷവും താനുമായി ഷിയാസ് അടുപ്പം തുടർന്നുവെന്നും ലൈംഗിക ചൂഷണം പതിവാക്കിയെന്നും യുവതി. കൊച്ചിയിലും കോഴിക്കോട്ടും പല ഹോട്ടലുകളിലും താൻ ലൈംഗിക ചൂഷണത്തിന് ഇരയായി. ഒടുവിൽ എതിർത്തതോടെ സുഹൃത്തുമായി തന്റെ കോഴിക്കോടുള്ള ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്നും ഇതടക്കം ഷിയാസിനൊപ്പമുള്ള നഗ്ന ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. ആകെ 49 ലക്ഷം തട്ടിയെടുത്തുവെന്നും യുവതി. എന്നാൽ പരാതിക്കാരിക്കെതിരെ തുറന്നടിച്ച ഷിയാസ് കരീം തന്നെയാണ് യുവതി വഞ്ചിച്ചതെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സാമ്പത്തിക തട്ടിപ്പിനിരയായത് താനാണ്. ലൈംഗിക ചൂഷണമെന്ന ആരോപണം തെറ്റാണ്. താൻ നൽകിയ പരാതിയിൽ യുവതിക്കെതിരെ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ കേസെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് യുവതി ഭീഷണിപ്പെടുത്തിയതായും ഷിയാസ്. ഒരു പ്ലാനാണ് ബ്രോ. ഇത് ബേസിക്കലി ഇത് എന്റെ എതിരെ കുറെ ആളുകളുണ്ട്. ഞാൻ ഓൾറെഡി അവരുടെ പേര് കേസ് കൊടുത്തേക്കാണ്. കേസ് ഓൾറെഡി കോടതിയിലുള്ള കാര്യമാണ്. ഇവരെ കോടതിയിൽ നിന്ന് വിളിച്ച സമയത്ത് വിളിപ്പിച്ചപ്പോ അവരുകൊണ്ട് എന്റെ പേരിൽ കൊണ്ട് പീഡനം എന്ന് പറഞ്ഞാൽ ഈസിയാണ്. കാരണം എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു ടൂളാണ് പീഡനം. ഷിയാസ് കരീമിനെതിരെ നേരത്തെയും ലൈംഗിക ചൂഷണ പരാതി ഉയർന്നിരുന്നു. പരാതി പരിശോധിച്ച് ഉടൻ തുടർ നടപടിയെടുക്കുമെന്ന് പാലാരിവട്ടം പോലീസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.